ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി എച്ച് ഹോം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അവലും തേങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നല്ലൊരു ലഡ്ഡുവാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കല്ലേ. അവൽ ലഡ്ഡു തയ്യാറാക്കാനായിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാമോളം വരും. വെള്ള ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതൊന്ന് ശർക്കര ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അല്ലെ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്ന് പോകാൻ വേണ്ടി അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നത്. ഒരു പാനിൽ 2 കപ്പ് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവലൊരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഞെടുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. അതേ പാനിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ട്, ഒരു 15 മുതൽ 18 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കാഷ്യൂനട്ട് ഇപ്പോൾ ഒരെണ്ണം മൊത്തമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നതിന് വരെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഗോൾഡൻ കളറാക്കി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെ ഞാൻ ഒരു കപ്പോളം നാളികേരം തിരുമ്മിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നാളികേരത്തിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് മാറിക്കിട്ടി ഒന്ന് കളർ ചേഞ്ചസ് ആയി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. വെള്ളമയം ഉള്ളപ്പം ആ പൊട്ടിത്തെറി ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറണം. അങ്ങനെ ഇപ്പോൾ സൗണ്ടൊക്കെ മാറി നാളികേരത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്, ഒത്തിരി കളർ ചേഞ്ചസും ആവരുത്. ഈ ഒരു പരുവം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനിയവും പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള അവലും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനിയും അവലും തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടകളൊന്നും കൂടി കിടക്കാതെ ശർക്കര പാനി അവലിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നല്ലതുപോലെ അതിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരളവിൽ നമുക്ക് ലഡ്ഡു തയ്യാറാക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉരുട്ടി എടുത്തിട്ടുള്ള ലഡ്ഡുവിൻ്റെ സൈസിലാണെങ്കിൽ ഒരു 12 ലഡ്ഡുവൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഞാൻ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും. ഇപ്പോൾ ഏലക്കയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഏലക്ക ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ ഇളക്കി ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറു ചൂടോടുകൂടി നമുക്ക് ഈ ലഡ്ഡു ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒത്തിരി അങ്ങ് ആറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിപ്പോവും. ചെറിയ ചൂടോടുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഏത് സൈസിലാണോ ലഡ്ഡു വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ച് ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിൽ ആണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. ആ ഒരു പരുവത്തിൽ ഉരുട്ടിയെടുത്ത് വെക്കുക. ഒട്ടും കേടുകൂടാതെ നമുക്കൊരു 4-5 ദിവസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റോടുകൂടി ഡ്രൈ ഒന്നും ആയിപ്പോവാതെ ഇതിൽ നല്ല ടേസ്റ്റോടുകൂടി ലഡ്ഡു റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.